സോയിരി ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ തെളിവുണ്ടാവും. അല്ലാതെ മൂപ്പര് കണ്ടതും കേട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ബ്രോ, ഒന്ന് നോക്ക്, കേട്ട് നോക്ക്. പ്രതീകാത്മക ബിംബങ്ങളാണ് എന്ന് ഭാഗവതം തന്നെ പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. എന്താന്ന് വെച്ചാൽ, ഈ കഥാപാത്രങ്ങളൊന്നും ജീവിച്ചിരുന്നവരായിരുന്നില്ല, നിനക്ക് തത്വത്തെ ഉപദേശിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അല്ല. ഇവിടെ ഉസ്താദ് എന്താ ചെയ്യുന്ന വെച്ചാൽ, അവസാനത്തെ വജോവിഭൂതിന്നത് പാരമാർത്ഥ്യം എന്നുള്ള ആ വരി എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മനോകൽപിതമായ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുക ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കഥായിമാസ്തേ കഥിതാ മഹീയസ എന്നുള്ള ഒറ്റ വരിയും പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ കഥാപാത്രങ്ങളൊന്നും ജീവിച്ചിരുന്നവരായിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യത്തിന് എനിക്ക് അങ്ങോട്ട് അതിരറ്റ ബഹുമാനമാണ്. ഈ ഭാഷയിലെ മിതത്വം ഉണ്ടല്ലോ, ഈ ദാർശനിക സംവാദങ്ങളിൽ പോലും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ എന്തും വിളിച്ചു പറയുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ അങ്ങയുടെ വർത്തമാനത്തിൽ നല്ല ഭംഗിയുണ്ട്, മിതത്വമുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞത് ഈ ഭാഗവതത്തിൻ്റെ ഒരു ശ്ലോകമുണ്ട്, കഥായിമാസ്തേ കഥിതാ മഹീയസാം വിധായ ലോകേഷു യശപരിവിശ്യാം എന്ന് പറഞ്ഞ ശ്ലോകത്തെ ഞാൻ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. എൻ്റെ മനോഭാവത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അപ്പോൾ പിന്നെ എന്തും പറയുന്ന അവസ്ഥയിലല്ലേ ഉണ്ടാകുക. അങ്ങനെയല്ലല്ലോ. ഈ സി വി വാസുദേവ ഭട്ടതിരിപ്പാടിൻ്റെ ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണിത്. ഈ റെഫറൻസിൻ്റെ 14-ാമത്തെ പേജ് നോക്കി. പുരാണങ്ങളും ഇതിഹാസങ്ങളും. പുരാണങ്ങളും ഇതിഹാസങ്ങളും സംഭവകഥകൾ ആണെന്ന ധാരണ ശരിയല്ല, അവ അർത്ഥവാദമാണ്. ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥകൾ എന്നർത്ഥം. ഇത് വെറുതെ പറയുകയല്ല, ഇതിന് ആന്തരികമായും ബാഹ്യമായും തെളിവുകൾ ധാരാളമുണ്ട്. ശിവൻ ശേഷം അദ്ദേഹം അതിന് ഒരു ഉദാഹരണം പറയുകയാണ്. ഭാഗവതാദി പുരാണങ്ങളിൽ ശിവനും ബ്രഹ്മാവും വിഷ്ണുവിനെ ആശ്രയിക്കുന്നതായും അവരെ വിഷ്ണു രക്ഷിക്കുന്നതായും കാണാം. മൃഗാസുര കഥയിലും ബാണയുദ്ധത്തിലും ശിവന് ആപത്തും പരാജയവും സംഭവിക്കുന്നു. ഇങ്ങനെ തുടങ്ങി അദ്ദേഹം കുറേ ഉദാഹരണങ്ങൾ സമർപ്പിച്ച ശേഷം ആ പറഞ്ഞ വാദത്തെ ഒന്നും കൂടി ഉപോത്ബലകമായി ബലപ്പെടുത്താൻ വേണ്ടി തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന ശ്ലോകത്തെ നേരത്തെ നമ്മൾ ചൊല്ലിയ കഥായിമാസ്തേ കഥിതാ മഹീയസ വിധായ ലോകേഷു യശപരിവിശ്യാം എന്ന ശ്ലോകം അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ശേഷം അദ്ദേഹം കൊടുക്കുന്ന അർത്ഥവും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ പറഞ്ഞ അതേ ആശയം തന്നെയാണോ? ലോകത്തിൽ പേര് കേൾപ്പിച്ച് മരിച്ചുപോയ മഹാന്മാരുടെ ഈ പറഞ്ഞ കഥകളുണ്ടല്ലോ, അതെല്ലാം അങ്ങേക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉളവാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചവയാണ്, ഒന്നും സത്യമല്ല എന്ന് ഈ സി വി വാസുദേവ ഭട്ടതിരിപ്പാട് വ്യാഖ്യാനിച്ച വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. അല്ലാതെ എൻ്റെ വകയൊന്നും പറഞ്ഞതല്ല സഹോദര. ഏതായിരുന്നാലും നിങ്ങളുടെ മിതത്വമുള്ള ഭാഷയെ ഞാൻ അംഗീകരിക്കുന്നു. പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ടുള്ള മറുപടി അങ്ങനെ വേണം. അതാണ് വേണ്ടത്. ദാർശനിക സംവാദങ്ങൾ എപ്പോഴും മാന്യമായിരിക്കണം. അപ്പോൾ ഏതായിരുന്നാലും